തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പലയിടങ്ങളിലും ചുവരെഴുത്ത് കലാകാരന്മാർക്ക് തിരക്ക് തുടങ്ങി. മൂവാറ്റുപുഴ സ്വദേശിയായ ഗ്ലാട്ടൺ പീറ്റർ എന്ന കലാകാരനും പെയിന്റും ബ്രഷുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 3 പതിറ്റാണ്ടായി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഗ്ലാട്ടണും ഇദ്ദേഹത്തിന്റെ സ്ഥാപനമായ പീറ്റർ ആർട്സും മൂവാറ്റുപുഴയിൽ സജീവമാണ്. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഓരോ ഭിത്തിയും രാഷ്ട്രീയ പ്രചരണത്തിന്റെ ക്യാൻവാസായി മാറുകയാണ്. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ചുവരുകൾക്ക് വെള്ളപൂശി കാത്തിരിക്കുകയാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ചുവരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വരും ദിവസങ്ങളിൽ ഈ ചുവരുകളിലെല്ലാം ഗ്ലാട്ടൺ പീറ്ററിന്റെ കരവിരുത് തെളിയും. ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും വരയ്ക്കുന്നതിൽ വിദഗ്ധനാണ് ഗ്ലാട്ടൺ. നിലവിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ 22-ാം വാർഡിൽ പിറവത്തേക്കുള്ള റോഡിൽ ആദ്യ ചുവരെഴുത്തിന്റെ തിരക്കിലാണ് ഗ്ലാട്ടൺ. UDF വിമതനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ KS ജയകൃഷ്ണൻ നായർക്ക് വേണ്ടിയുള്ള ചുവരെഴുത്ത് പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് ഇദ്ദേഹം. കല തന്റെ ജീവിതമാർഗമായതിനാൽ ഇതിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്നും ഗ്ലാട്ടൺ പറയുന്നു. എല്ലാ പാർട്ടിയുടെയും മതിലുകളും ചുവരെഴുത്ത് എഴുതാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന പാർട്ടികളോ എന്നൊന്നുമില്ല, നമ്മുടെ ജീവിതമാർഗ്ഗമാണല്ലോ. പിന്നെ ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര അടി നീളമുള്ള മതിലാണെങ്കിലും ഞങ്ങൾ 1 മണിക്കൂറാണ് ഒരു മതിലിന് സമയം വെച്ചിരിക്കുന്നത്. അത്ര ഫാസ്റ്റായിട്ട് ഞങ്ങൾ ഒരു ദിവസം 20-25 മതിൽ വരെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഓട്ടോറിക്ഷയുമായി രാവിലെ തുടങ്ങുന്ന ഗ്ലാട്ടൺ പീറ്ററിന്റെ ജോലി അവസാനിക്കുന്നത് രാത്രിയോടെയാണ്. അനുവദിക്കുന്ന ഓരോ സ്ഥലത്തും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചുവരെഴുത്ത് പൂർത്തിയാക്കും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര മുതൽ തൃശൂർ വരെ ചുവരെഴുത്ത് നടത്തിയത് ഗ്ലാട്ടൺ ആയിരുന്നു. മൂവാറ്റുപുഴ വെള്ളൂർ കുന്നത്തുള്ള പീറ്റർ ആർട്സിനും ഉടമയായ ഗ്ലാട്ടണും ഇനി തിരക്കിന്റെ ദിവസങ്ങളാണ്. കൈരളി ന്യൂസ്, കൊച്ചി.